ഹായ് ഗൈസ്, നമുക്കിന്നൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ ചക്ക ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 7 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3/4 കിലോയോളം അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പാകത്തിനെടുക്കാം. അതിനുശേഷം നമ്മൾ എല്ലാം വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ എടുത്തെടുത്ത് വയ്ക്കാം. നമ്മൾ ഇഡലി പാത്രത്തിലാണ് അട ഉണ്ടാക്കുന്നത്. ഇഡലി പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചു. അതിൽ താഴത്തെ തട്ടെടുത്ത് വെച്ചു. എന്നിട്ട് എല്ലാ അടയും പെറുക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആവി വന്ന് കഴിയുമ്പോഴേക്ക് ഇതേ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അടയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചൂടോടുകൂടി നമ്മുടെ അടയെല്ലാം എടുത്ത് കഴിക്കാം.